ഞാനൊരു സംശയിക്കട്ടെ, അപ്പൊ നമ്മുടെ നഴ്സുമാർക്കൊക്കെ ആദ്യത്തെ ഒരു കോച്ചിങ് തന്നെ പരീക്ഷ പാസ്സാവാൻ സാധിക്കാറുണ്ടോ? 90% കാൻഡിഡേറ്റ്സും ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ ക്ലിയർ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ എപ്പോഴും നോക്കുന്നത് ക്വാളിറ്റി ഓഫ് സർവീസ് ആണ്. അപ്പൊ ഇപ്പൊ കാൻഡിഡേറ്റിന്റെ ടൈം പോകുന്നുണ്ട്, എഫേർട്ട് പോകുന്നുണ്ട്, മണി പോകുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ അവരെ കൊണ്ട് ക്ലിയർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ അത്രയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് കാൻഡിഡേറ്റിന് കൊടുക്കുന്നത്. എൻക്ലെക്സാറും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയാൽ സെക്കൻഡ് സ്റ്റെപ്പ് ഓസ്കിയാണ് വരുന്നത്. ഇതൊരു ക്ലിനിക്കൽ ബേസ്ഡ് എക്സാം ആണ്. ഓസ്ട്രേലിയയിൽ പോയിട്ടാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓസ്ട്രേലിയയിൽ ആകെ 2 സെന്റർ ആണുള്ളത്, ഒന്ന് മെൽബണും പിന്നെ അഡലൈഡും. അപ്പൊ അതിന് നമുക്ക് കോച്ചിങ് ഉണ്ട്. സാധാരണ നഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് നാട്ടിൽ നിന്നുള്ളൊരു ലോക്കൽ കോച്ചിങ് എടുത്ത് ഓസ്കി എഴുതാനായിട്ട് ഓസ്ട്രേലിയയിൽ പോട്ടെ എന്ന്. അത് നമ്മൾ ഒരു രീതിയിലും അത് അക്സെപ്റ്റ് ചെയ്യാറില്ല, സമ്മതിക്കാറും ഇല്ല. കാരണം നാട്ടിൽ പല പല ചെറിയ ചെറിയ ഏജൻസീസ് ഉണ്ട് ഇതുപോലെ കോച്ചിങ് കൊടുക്കുന്നത്. പക്ഷെ അവിടുത്തെ RNs അല്ലെങ്കിൽ കോച്ചിങ് കൊടുക്കുന്ന എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സാധാരണ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അതെ അതെ, നേഴ്സ് ആയിരിക്കും. അപ്പം ബട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് കോച്ചിങ് എടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ RNs ആണ്. അവർ ഈ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോയതാണ്. ഓസ്ട്രേലിയയിൽ 10 സ്റ്റേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു എക്സാം വരിക. 10 സെനാരിയോസ് ഉണ്ടാവും. സോ കോച്ചിങ് സെന്റർ എന്ന് പറയുമ്പോൾ ഇതുപോലെ അത് റിക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് കോച്ചിങ് കൊടുക്കുക. സോ നമ്മൾ അത് മാത്രമേ എടുക്കാനേ പറയാറുള്ളൂ. നമ്മുടെ കാൻഡിഡേറ്റ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അവരത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് കോച്ചിങ് ഉണ്ട്. അപ്പൊ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു വിസ വേണം. ആ വിസയുടെ പ്രൊസീജിയർ ഡെസ്മ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ഹൈ സക്സസ് റേറ്റ് ആണ്. നമ്മുടെ ഡോക്യുമെന്റേഷൻ ടീമുണ്ട് ഫുൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിസ കിട്ടിയതിന് ശേഷം അവർ ഓസ്ട്രേലിയയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നു. ദെൻ അവിടെയുള്ള അക്കോമഡേഷന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെയാണ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു കുട്ടീനെ പാസ്സാക്കി അങ്ങ് വിടുന്നു മാത്രമല്ല, അവിടെ ചെന്ന് അവിടെ സെറ്റിൽ ആകാനുള്ള ഒരു ഹെൽപ്പ്. അതെ അതെ, എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.